നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് മൊബൈൽ ഫോൺ ഉണ്ടോ കീബോർഡ് അത്യാവശ്യമാണ്. നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് കീബോർഡ് ഇല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനും മെസ്സേജ് എഴുതി അയക്കാനും അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ആപ്പുകൾ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കീബോർഡ് വേണം. കീബോർഡ് ഇല്ലെങ്കിൽ മൊബൈൽ ഫോണിനോടുള്ള ആവശ്യവുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കീബോർഡിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടൊരു ഫീച്ചർ. നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന കീബോർഡിന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കീബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ കണ്ട് മടുത്തൊരു കീബോർഡ് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അതിനു വേണ്ടി മൊബൈൽ ഫോണിൻ്റെ കീബോർഡ് ഓപ്പൺ ചെയ്യാണ്. കീബോർഡ് കാണാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡാണിത്. ഇത് ഗൂഗിളിൻ്റെ Gboard എന്നുള്ള കീബോർഡാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കീബോർഡാണിത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കീബോർഡും ഏറ്റവും കൂടുതൽ ഫീച്ചറുകൾ നമുക്ക് നൽകുന്ന ഒരു കീബോർഡാണ് ഈ ഗൂഗിളിൻ്റെ Gboard എന്നുള്ള കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഓപ്പണായി വരും. കീബോർഡിനകത്തുള്ള സെറ്റിങ്സ് നമുക്ക് ഓപ്പണായി വരും. ഈ കീബോർഡിനകത്ത് നമ്മളുടെ കീബോർഡ് വളരെ മനോഹരമായിട്ടൊരു കീബോർഡാക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ തീം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ഈ തീം എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയത് കൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ അത്യാവശ്യമായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കീബോർഡ് ഭംഗിയാക്കുന്നതിനെ കുറിച്ചാണ്. കീബോർഡ് താഴെ ഭാഗത്തേക്ക് വന്നാൽ വ്യത്യസ്ത കളറിലും വ്യത്യസ്ത സ്റ്റൈലിലും ഫോട്ടോസിലൊക്കെ നമുക്ക് കീബോർഡ് ലഭിക്കും. ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്യാൻ. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു കീബോർഡ്, ഒരു ബ്ലൂ കളറിലുള്ള കീബോർഡ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് അപ്ലൈ കൊടുക്കണം. അപ്പം ഞാൻ ഈ ഒരു കീബോർഡാണ് എനിക്ക് കിട്ടിയത്. ഏത് കീബോർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് മുകളിൽ മൈ തീം എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ മൈ തീം എന്നുള്ള ഏറ്റവും മുകളിൽ കാണുന്ന ഈ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയാണ് ഓപ്പണായി വരിക. നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് വേണ്ട നമ്മുടെ ഫോട്ടോ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതും കാണാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തത്. നമുക്ക് എത്രയാണോ ഈ ഫോട്ടോക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സിനകത്തേക്കാണ് ഈ ഫോട്ടോ ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പോൾ എത്ര വലിയ ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്കിത് 2 വിരൽ ഉപയോഗിച്ച് ഇതിങ്ങനെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. വേണ്ട ഭാഗം ഇതുപോലെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. അപ്പോൾ നമ്മുടെ കീബോർഡിനകത്ത് എങ്ങനെയാണ് ഈ ഫോട്ടോ വരുന്നത് കാണാൻ സാധിക്കും. ഈ മുകളിൽ കാണുന്ന ഈ ലൈൻ പിടിച്ച് വലിച്ചു കൊടുത്താൽ ഫോട്ടോ നല്ല തെളിഞ്ഞ് കാണും. ഇനി കുറച്ച് മങ്ങി, അതായത് അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ച് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കും. നിങ്ങൾക്ക് ഫോട്ടോ എങ്ങനെയാണ് വേണ്ടതെങ്കിൽ അതുപോലെ സെലക്ട് ചെയ്യാൻ. ഞാൻ ഈ ഫോട്ടോ അത്യാവശ്യം നല്ല ക്ലിയറിൽ തന്നെ വെക്കാൻ വേണ്ടി ഇത് മുഴുവനായിട്ട് 100%ലേക്ക് ഞാനിത് നീക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കീബോർഡ് കാണാൻ സാധിക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഇവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കീബോർഡ് ഒന്ന് തുറന്ന് നോക്കാം. ഇനി കാണാൻ സാധിക്കും എൻ്റെ കീബോർഡ്. നേരത്തെ കണ്ട കീബോർഡ് ഫോട്ടോസൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ടൊരു കീബോർഡ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഫോട്ടോ ഒക്കെ ആണെങ്കിൽ, ഇത്ര കളർഫുൾ ഇല്ലാത്ത ഫോട്ടോ ആണെങ്കിൽ കുറച്ചുകൂടെ കീകളൊക്കെ കാണും. ഇനി അത്യാവശ്യം നല്ല കളർഫുൾ ഫോട്ടോ ആണെങ്കിൽ ആ കളറിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ കീബോർഡ്. ഇനി ഇത് ആവശ്യമില്ലെങ്കിൽ എങ്ങനെ ഒഴിവാക്കുന്ന ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കീബോർഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീബോർഡിൽ സെറ്റിങ്സ് ഭാഗത്ത് ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കീബോർഡ് സെറ്റിങ്സ് ഓപ്പണായി വരും. ഇവിടെ തീം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വൈറ്റ് കീബോർഡിലേക്ക് മാറി വേണമെങ്കിൽ കളർ തീമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനും വളരെ ഈസിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.